Do you have any trouble or kind of frustration in your personal life? അതുകൊണ്ടാണോ നിങ്ങൾ പറഞ്ഞു എനിക്ക് ഒരു പുല്ലുമില്ല, പക്ഷെ എന്റെ കുടുംബത്തെ കയറി കളിച്ചാൽ എന്റെ ഫാമിലി എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൊച്ചിനെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പൊന്നും മക്കളെ, ഇപ്പോൾ ഈ പറയുന്ന മഞ്ജു പിള്ളയുടെ മകളാണ് ഇപ്പോൾ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിക്കാണ് ഭയങ്കര വിഷയം എന്ന് വെച്ചാൽ ഭയങ്കര വിഷയമാണ്. പുള്ളിക്കാരി സ്ത്രീകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഘോരം സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അവര് മഞ്ജു പിള്ളയുടെ മകളായിട്ടുള്ള ദയാ സുജിത്ത് പുള്ളിക്കാരി ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് 2023 ഇട്ട ഫോട്ടോ കേട്ടോ. അതിപ്പോ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് വലിയ രീതിയിൽ അങ്ങോട്ട് വാചകം അടിക്കുകയാണ്. ആ വാചകം അടിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അയ്യോ ഇവരേതാണ്ട് അങ്ങ് നല്ല പിള്ളയാണ് എന്ന രീതിയിലാണ് അടിക്കുന്നത്. ഈ പറയുന്ന മഞ്ജു പിള്ള എന്തോ ഇവർക്കെതിരെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടാന്ന് തോന്നുന്നു ഇപ്പൊ മഞ്ജു പിള്ളയെയും മകളെ എടുത്ത് ഏറിൽ കയറ്റാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഈ പറയുന്ന സ്ത്രീ. അതിനകത്ത് ഇവർ പറയുകയാണ് ആണുങ്ങൾ കയറി ഞെക്കട്ടെ പിടിക്കട്ടെ എന്ന രീതിയിലൊക്കെയാണ് ഈ പെണ്ണുപിള്ള പറഞ്ഞു വെക്കുന്നത്. ഇവരെപ്പോഴും ഇവരുടെ വീഡിയോയിലൂടെ പറയും ഇവരെന്തോ വലിയ സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ പറയുന്നുണ്ട്. ഞാൻ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ പലപ്പോഴും വീഡിയോ ഇടാറുള്ളത്. പക്ഷെ ഇവര് എന്ത് വൃത്തികേടാണെന്നറിയാമോ ഈ ഒരു ദയാ സുജിത്തിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. വളരെ മോശം രീതിയിലാണ് ഈ പെൺപിള്ള പറഞ്ഞു വെക്കുന്നത്, സത്യം. കാരണം ഒരാളെ തകർക്കുക, ഇവർക്കെതിരെ നിൽക്കുന്നവരെ തകർക്കുക, ഇവർക്കാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള പന്നക്കാര്യങ്ങൾ വിളിച്ചു പറയുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. എടാ, വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇപ്പോഴും മുറവിളിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ ഇതിന്റെ അകത്ത് അവർ 2023 ഒരു ഫോട്ടോയാണിത്. ഈ ഫോട്ടോയ്ക്ക് അന്ന് ഒരു വാ തുറക്കാത്ത അവർ ഇന്ന് വന്ന് ഈ വാ തുറക്കണമെങ്കിൽ ഇതിന്റെ ഉദ്ദേശം എന്തെന്ന് പ്രേക്ഷകരെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവർക്ക് ഇങ്ങനെയാണ് ഒരാളെ തകർക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് ഇങ്ങനെയുള്ള പോക്രിത്തരങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇവരെ പഞ്ഞിക്കിട്ടോണ്ടിരിക്കുകയാണ് ആൾക്കാർ. എടാ, മുമ്പ് നമ്മൾ മാറു മറയ്ക്കാൻ വേണ്ടി സമരം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇന്ന് അവർ മാറ് തുറന്നിട്ടുകൊണ്ട് കാണിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഓക്കെ, അങ്ങനെ വെക്കാം. പക്ഷെ ഈ പറയുന്ന ഈ ദയാ സുജിത്ത് എന്ന് പറയുന്ന അവരെന്താണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത്? അവരൊരു മോഡലിംഗ് ചെയ്യുന്ന ആളല്ലേ. അപ്പൊ ആ മോഡലിംഗ് രീതിയിലല്ലേ അവർ ആ വേഷം ധരിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, മോഡലിംഗ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെ ഇല്ലാണ്ടാക്കുക. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ആ മോഡലിംഗ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ വസ്ത്രം ധരിക്കത്തില്ലേ? അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകത്തില്ലേ? ഇവരെന്തൊക്കെയാ വിളിച്ച് പറയുന്നത് അറിയാമോ? ഇവര് അല്ലെങ്കിൽ കയറി പിടിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കയറി പിടിക്കട്ടെ എന്ന രീതിയിലൊക്കെയാണ് ഈ സ്ത്രീ വന്ന് പറഞ്ഞു വെക്കുന്നത്. വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. എന്തായാലും ഈ പറയുന്ന ഈ സ്ത്രീക്കെതിരെ മഞ്ജു പിള്ള കേസ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇവർ ഇച്ചിരി അധികപ്പറ്റാണെന്നേ. ഇത് അധികപ്പറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തെ അധികപ്പറ്റാണ്. ഈ പറയുന്ന ഈ സൈഡിൽ കാണുന്ന വീഡിയോ ഒക്കെ കണ്ടു. ഇതിലൊക്കെ എന്താണ് തെറ്റായിട്ട് തോന്നുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെയുള്ള വസ്ത്രങ്ങളല്ലേ ധരിക്കുന്നത്? അതൊക്കെ തെറ്റല്ലേ? അല്ലേ? അതൊന്നും ഇവരുടെ കണ്ണിൽ തെറ്റല്ല. പക്ഷെ ഇപ്പൊ മഞ്ജു പിള്ളയുടെ മകളുടെ മുകളിലാണ് ഇവർക്ക് തെറ്റ് മൊത്തം. ഇതൊരു മഞ്ജു പിള്ള പറയുന്ന ഒരു കാര്യമുണ്ട്, അത് കേട്ടു നോക്കി. അവരുടെ മകളെ ആരെങ്കിലും കയറി തൊട്ട് കഴിഞ്ഞാൽ അവര് ചുമ്മാതിരിക്കത്തില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ തള്ളയ്ക്കുള്ളത് മഞ്ജു പിള്ള കൊടുക്കും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു എൻ്റെ മോളെ കുറിച്ച് മോശം ഒരു സംഭവം എഴുതി. എനിക്ക് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന നല്ല കുറേ ആൾക്കാരുണ്ട്. ഐ മീൻ നല്ല റീൽസും നല്ല ഇത് ഇടുന്ന കുറേ ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. എനിക്ക് കോണ്ടാക്ട്സിലും ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. കാരണം ചില സമയത്തൊക്കെ എടുക്കുന്ന റീലും ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഞാൻ നേരെ അവന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു അക്കൗണ്ട് കെട്ടിയിട്ടുണ്ട് ആരാന്ന് പറഞ്ഞു. അവന്മാരെല്ലാം കൂടെ തപ്പി എടുത്തു. ചേച്ചി ഞങ്ങളുടെ ഗ്യാങ്ങിലില്ല. തപ്പി എടുത്തപ്പം അവൻ ആഫ്രിക്കയിലുള്ള ഒരുത്തനാണ്, മലയാളി. അവൻ അവിടെ ഇരുന്ന് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇട്ടിരിക്കുക. അവന്മാരെ തപ്പിയെടുത്തു. അപ്പം അന്ന് ഞാനൊരു ഇതിൽ പറഞ്ഞു, നിങ്ങൾ എന്നെ പറഞ്ഞോ, എൻ്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എൻ്റെ കുടുംബത്തെ കയറി കളിച്ചാൽ എൻ്റെ ഫാമിലി എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൂട്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഇതാവുന്നതല്ല, ഞാൻ എല്ലാത്തിനും പൂട്ടെന്ന് പറഞ്ഞു. ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കംപ്ലൈന്റ് എല്ലാത്തിനും ഞാൻ പൂട്ടെന്ന് പറഞ്ഞു. സത്യമാണ്. അവരുടെ ഫാമിലി കയറി, അവരുടെ കുടുംബത്തിൽ കയറി, ആ കൊച്ചിനെ കയറി ഈ പറയുന്ന സ്ത്രീ കടന്ന് വല്ലാണ്ട് ആക്രമിക്കുകയാണ്. അതിന്റെ ആവശ്യം എന്തെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ കിച്ചുവിന് ഇവർക്ക് വേറൊരു നിയമമാണ്. ഓക്കെ, ഈ പറയുന്ന ദയാ സുജിത്ത് എന്ന് പറയുന്ന മഞ്ജു പിള്ളയുടെ മകൾക്ക് വേറൊരു നിയമം കൽപ്പിക്കുകയാണ് ഇവർ. അത് കുട്ടിയാണ്. ആര്? കിച്ചു കുട്ടിയാണ്. പക്ഷെ ഈ കൊച്ചു കുട്ടിയല്ല. ഈ കൊച്ചിന്റെ പ്രൊഫഷനാണ് ആ കൊച്ച് ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു ഫോട്ടോ ഇട്ടിട്ടുള്ളത്. അത് 2023 ഇട്ടിട്ടുള്ളതാണ്. പക്ഷെ അന്നൊന്നും ഇവർക്ക് വാ തുറക്കാൻ പറ്റാത്ത ഇവർ ഇപ്പൊ വന്നിട്ട് വലിയ രീതിയിൽ വർത്തമാനം പറയുകയാണ്.
സത്യത്തിൽ ഇവരൊരു സ്ത്രീയാണോ എന്ന് തന്നെ എനിക്ക് സംശയം തോന്നുന്നുണ്ട് കേട്ടോ. സ്ത്രീയാണ്, സ്ത്രീകളുടെ ഉന്നമനത്തിനും അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനും വേണ്ടിയൊക്കെ സംസാരിക്കുന്ന ഇവർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ഞാൻ എന്തോ റിലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ, സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന ആളാന്നൊക്കെ ഘോര സംസാരിക്കും. പക്ഷേ ഇതെന്താണെന്ന് അറിയത്തില്ല. ഈ പറയുന്ന മഞ്ജു പിള്ളയോട് എന്തോ ഒരു ഇഷ്ടക്കേടുള്ളത് കൊണ്ട് തന്നെ അവർക്കിട്ടിപ്പോൾ അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ബിഷപ്പിനെതിരെ ഇഷ്ടക്കേടാണ്. അതായത് കിച്ചുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേന് ബിഷപ്പിനെതിരെയുള്ള ചാറ്റുകൾ വരെ ഞാൻ പുറത്തിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ്. രേണു ആണെങ്കിൽ ഇപ്പം അസുഖത്തിന്റെ അങ്ങ് മൂർധന്യ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ആ കൊച്ചു ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുകയാണത്. ഇപ്പോഴും ICUവിലാണത്. അതിനെ ഇപ്പോഴും വെറുതെ വിടത്തില്ല. അതിനെ കൊന്നു തിന്നാൽ മാത്രമേ ഇത് അടങ്ങത്തുള്ളൂ. ആ രീതിക്കാണ് ഇതിന്റെ ഇതിന്റെ പോക്ക്. ഈ രേണുവിന് ഇപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ 32 കിലോയേ ഉള്ളൂ. 6 കീമോ ചെയ്യണമെങ്കിൽ ഇവർക്ക് ആരോഗ്യം വേണം. അവരുടെ കുടുംബത്തിന്റെ വിഷമം പോലും മനസ്സിലാക്കാതെ ഈ പറയുന്ന സ്ത്രീ ഇപ്പോഴും രേണുവിന്റെ രക്തം കുടിച്ചോണ്ടിരിക്കുകയാണ്. എടാ അവര് എന്താ പറയുക, അവര് ആരോഗ്യമുള്ള സമയത്ത് അവർ കാണിച്ച തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിനെ കുറിച്ച് ഇതുവരെ ആയിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. ഞാനും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ, ആ കുടുംബത്തിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് പോലും മനസ്സിലാക്കാതെ ഇപ്പോഴും ആ പറയുന്ന രേണുവിനെ കുറ്റപ്പെടുത്തുകയും ആ രേണുവിനെ വലിച്ചു കീറുകയും ചെയ്യുന്ന പാരട്ടത്തള്ളയാണ് ഇവര്. പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഈ പറയുന്ന ഈ ഷബീനയുടെ എന്താ പറയുക ഭീഷണിയെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞപ്പോൾ പലരും വന്ന് പറയുകയാണ്, ഷബീന നല്ല മേഡമാണ്, ആരുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും മേടിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയാണ് ഇവർ വെച്ച് കാച്ചുന്നത്. എന്നാൽ ഇവർക്ക് റേഷൻ മേടിക്കാൻ വരെ 1000 രൂപ തൊട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ട്. ഇവർക്ക് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ പലർക്കും മെസ്സേജ് ഇട്ടിട്ട് അവരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ മേടിച്ച് പുട്ടടിക്കുന്ന ഒരു സ്ത്രീയായി ഇവർ പലരുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഇനി വരും ദിവസങ്ങളിലൊക്കെ പുറത്തു വരും. പിന്നെ ഇവർ ആരുടെ നിന്ന് മേടിക്കാത്ത ഇവർ വലിയ എന്ത് പറയുന്നത് സത്യസന്ധയായിട്ടുള്ള സ്ത്രീയാണെന്നൊക്കെ കണ്ടുകൊണ്ട് കുറെ എണ്ണം പൊക്കി നടക്കുന്നുണ്ട്. അവർക്കൊന്നും ഇതുവരെ ആയിട്ടും വെയിൽ ഉദിച്ചിട്ടില്ല. നിങ്ങൾക്കൊക്കെ വെയിൽ ഉദിക്കുന്ന സമയമാകുമ്പോഴത്തേന് എല്ലാം അതിക്രമിച്ചു പോകും. അതേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ പറയുന്ന ദയാ സുജിത്ത് എന്ന് പറയുന്ന മഞ്ജു പിള്ളയുടെ മകളെ കുറിച്ച് ഇപ്പോഴൊരു അലിഗേഷൻ കൊണ്ടിട്ട് ആ കുടുംബത്തെ വേട്ടയാടുന്ന സ്ത്രീയാണ് ഇവർ പലരെയും ഇങ്ങനെ കൊത്തിവലിക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിന് താഴെ വന്നിട്ട് ഈ ബസ്സിൽ പോയി പിന്നെ കയറി പിടിക്കുന്നവന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കുറെ പെണ്ണുങ്ങൾ വന്ന് കമന്റ് ഇടുന്നത് അവരുടെ വീഡിയോയ്ക്ക് താഴെ. അത് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ ഈ പറയുന്ന വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഈ സ്ത്രീ ഇപ്പോൾ ഈ പറയുന്ന ദയാ സുജിത്ത് എന്ന് പറയുന്ന ഈ കുട്ടി ഇട്ടിരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അതും 2023 ഇട്ട ഒരു മോഡൽ ഡ്രസ്സിന്റെ ഫോട്ടോയെ വെച്ചുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ 2023 തൊട്ട് ഇത്രയും ദിവസം ഈ 3 കൊല്ലം ഇവർ എവിടെ ആയിരുന്നു അല്ലേ? എന്താണ് പ്രേക്ഷകർ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യും. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.